എൻ്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ല. ഇസ്രായേൽ ആക്രമണത്തിൽ സ്വന്തം മക്കളും പേരമക്കളും കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയ പറഞ്ഞ വാക്കുകളാണിത്. സർവ്വത്യാഗങ്ങളും സഹിച്ച് പിറന്ന മണ്ണിന്റെ വിമോചനത്തിനായി അവസാന ശ്വാസം വരെയും പോരാടിയ നേതാവ്, ജയിലിലടച്ചും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടും ഇസ്രായേൽ ഇല്ലാതാക്കാൻ ശ്രമിച്ച പോരാളി, ലോകരാജ്യങ്ങളുമായി ഫലസ്തീനു വേണ്ടി സംസാരിച്ച നയതന്ത്രജ്ഞൻ, ഒടുവിൽ തൻ്റെ മുൻഗാമികളുടെ പാത പിന്തുടർന്ന് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ 62-ാം വയസ്സിൽ ധീര രക്തസാക്ഷിത്വം. ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച് ഇറാനിലെ തെഹ്റാനിൽ കൊല്ലപ്പെടുന്നതുവരെയുള്ള ഹനിയയുടെ ജീവിതം പോരാട്ടങ്ങൾ നിറഞ്ഞതായിരുന്നു. ഗസ മുനമ്പിലെ അൽ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ 1962 ജനുവരിയിലാണ് ജനനം. 1948 ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യം രൂപീകൃതമായപ്പോൾ അസ്കലാൻ നഗരത്തിൽ നിന്നും പലായനം ചെയ്തവരാണ് ഹനിയയുടെ മാതാപിതാക്കൾ. ഗസയിലെ അൽ അസ്ഹർ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഹനിയയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറബിക് സാഹിത്യത്തിൽ ഡിഗ്രി കരസ്ഥമാക്കി. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ഹനിയ വിപ്ലവപാതയിലേക്ക് ചുവടുവെക്കുന്നത്. 1983 ഹമാസിന്റെ ആദ്യ രൂപമായ ഇസ്ലാമിക് സ്റ്റുഡന്റ് ബ്ലോക്കിൽ അംഗമായി. 1987 ഹനിയ ഡിഗ്രി പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ആദ്യ ജനകീയ പ്രക്ഷോഭമായ ഒന്നാം ഇൻതിഫാദ ആരംഭിക്കുന്നത്. ഇതോടൊപ്പം ഹമാസ് എന്ന സംഘടനയും രൂപീകൃതമായി. പ്രക്ഷോഭത്തിൽ പങ്കാളിയായതിന് ഇസ്രായേൽ സർക്കാർ 18 ദിവസത്തേക്ക് ഹനിയയെ ജയിലിലടച്ചു. 1988 വീണ്ടും 6 മാസം ജയിലിലായി. ഹമാസിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞതോടെ 1989 3 വർഷത്തേക്കാണ് അധിനിവേശ ഭരണകൂടം ഹനിയയെ ഇരുമ്പഴിക്കുള്ളിലാക്കിയത്. ജയിൽ മോചിതനായ ശേഷം ഹമാസിന്റെ നേതാക്കളോടൊപ്പം അദ്ദേഹത്തെ ദക്ഷിണ ലെബനാനിലേക്ക് ഇസ്രായേൽ നാടുകടത്തി. പിന്നീടുള്ള 1 വർഷം അവിടെയായിരുന്നു. ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രായേലും തമ്മിൽ ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ ഗസയിലേക്ക് തിരിച്ചു മടങ്ങി. ഇതോടെ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിൽ വീണ്ടും സജീവമാവുകയും ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു. 1997 ഹമാസ് സഹസ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ അടുത്ത സഹായിയായി പ്രവർത്തിക്കാൻ തുടങ്ങി. 2001 രണ്ടാം ഇൻതിഫാദ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളിൽ 3ാമനായി മാറി. ഈ സമയത്ത് ഹനിയയെ ഇസ്രായേൽ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത്. 2006 തെരഞ്ഞെടുപ്പിൽ ഹമാസിനെ വലിയ വിജയത്തിലേക്ക് നയിച്ചതോടെ ഹനിയ പ്രസ്ഥാനത്തിൽ കൂടുതൽ കരുത്തനായി മാറി. 1 ദശാബ്ദത്തിലേറെ അധികാരത്തിലിരുന്ന ഫത്തഹിനെയാണ് ഹനിയയുടെ കീഴിൽ പരാജയപ്പെടുത്തിയത്. തുടർന്ന് ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. എന്നാൽ ഹമാസുമായി ലോകരാജ്യങ്ങൾ സഹകരിക്കാൻ തയ്യാറാകാത്തതിനാലും ഫത്തഹുമായുള്ള ഭിന്നതയും കാരണം 2007 ഐക്യ സർക്കാർ ശിഥിലമായി. പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ഹനിയയെ നീക്കി. 2014 ഹനിയയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 2 മരുമക്കൾ കൊല്ലപ്പെടുകയും ഹനിയയുടെ വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. 2017 ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നതുവരെ ഗസയിലെ ഹമാസ് നേതാവായി തുടർന്നു. ഖാലിദ് മിഷ്അലിന്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തുന്നത്. പിന്നീട് താമസം ഖത്തറിലേക്ക് മാറ്റുകയായിരുന്നു. 1967 അതിർത്തി പ്രകാരം ജെറുസലേം തലസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണം എന്നതായിരുന്നു ഹനിയയുടെ നിലപാട്. ഫലസ്തീനികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. വിലപേശലിലൂടെ ഒരവകാശവും ഇല്ലാതാക്കാനാവില്ലെന്നും ഹനിയ വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാടാണ് അദ്ദേഹം ജീവിതാവസാനം വരെ പുലർത്തിയത്.